വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. വയലൻസ് മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല, ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. സെക്കൻഡ് ഹാഫ് എന്റെ പൊണ്ണെണ്ണം മെയിലും അന്യ വയലൻസ് സീനുണ്ട്, അടിപൊളി സീനാണ് പടങ്ങള്. എങ്ങനെ കേജ് പോയി താഴ്ന്നൊന്നുമില്ല, മാർക്ക് മേളിലെനി അത് ബെഞ്ച് മാർക്ക് ഇനി ഒരു ആക്ഷൻ പടം വന്നാൽ മാർക്ക് മുന്നിലും പിന്നും അറിയപ്പെടും. അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ കണ്ടിരിക്കാൻ പറ്റത്തില്ല. ക്ലൈമാക്സ് ഒക്കെ ഒരു ആവറേജ് നോർമൽ കഥ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹോളിവുഡിലെ ജോൺ വിക്ക് ലെവൽ ആക്ഷനും കൊറിയൻ മൂവികളെ പോലെ വയലൻസും ഒക്കെ ആയിട്ട് മലയാളികൾ കാണാൻ കാത്തിരുന്ന ആ സിനിമ വെറും ഒരു ടീസർ കൊണ്ട് തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിലിംസിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ച സിനിമ ഉണ്ണി മുകുന്ദൻസ് ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഓഫ് മലയാളം മാർക്കോ. കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ മാർക്കോ റിവ്യൂലേക്ക്. കീട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ അല്ല, ലോക സിനിമയിൽ ഇത് കാണകത്ത വയലൻസ് വേറെ ഒന്നുമല്ല. അവര് പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയവർക്കും വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. വയലൻസ് നമ്മുടെ ഉണ്ടല്ലോ KGF റോക്കി ബായി കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഭയങ്കര പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതാകത്തെ ഒരു വയലൻസ് മൂവി ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളായിട്ടൊന്നും കാണല്ലേ, അടിപൊളി പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പുള്ളി KGF പൊളിച്ച മലയാള സിനിമ ഇതുവരെ കാണാത്ത വയലൻസ് എന്ന് പറഞ്ഞപ്പോ സീരിയസ് ആയിട്ട് ഞാൻ കില്ലിന് ശേഷം ഞാൻ ഇങ്ങനെ വയലൻസ് ആണ്. അതായത് ഫസ്റ്റ് ഹാഫിനെ കാട്ടി സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ആ ഫാമിലി നമുക്ക് അങ്ങനെ തോന്നി, അത് എന്തുകൊണ്ട് വയലൻസ്. സെക്കൻഡ് ഹാഫ് എന്റെ പൊന്നെണ്ണ പൊളി ഉണ്ണി മൂന്നനൊക്കെ ഏത് ലെവലിലോട്ട് പോകുന്നത് ഈ പടം. ഇതിനകത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഫസ്റ്റ് ഹാഫ് എന്തിന് 18 വയസ്സ് താഴെയുള്ളവർക്ക് കാണുന്നതിനകത്ത് വലിയ കുഴപ്പം. സെക്കൻഡ് ഹാഫ് ഉള്ള പറയല്ലോ, 18 വയസ്സ് താഴെ ഒരു പിള്ളേരും വരല് ചോര നമുക്ക് തന്നെ മനസ്സിന് കട്ടുള്ള കാണരുത്, അതിനപ്പുറം പടം മനസ്സിന് കട്ടുള്ള കാണരുത്, കട്ടില്ലാത്തൊരു കാണരുത്. എങ്ങനെയുണ്ട് മേക്കിംഗ് വൈസ് ഒക്കെ? എങ്ങനെയുണ്ട് മേക്കിംഗ് വൈസ്? സെക്കൻഡ് ഹാഫ് എന്റെ പൊണ്ണെണ്ണം മെയിലും അന്യ വയലൻസ് സീനുണ്ട്, അടിപൊളി സീനാണ് പടങ്ങള്. എങ്ങനെയാണ് പാൻ വേൾഡ് ലെവൽ? പാൻ വേൾഡ് അതെനിക്കറിയാം, പക്ഷെ പടം ക്ലിക്കാണ്, നല്ല പടമാണ്. ഇത്ര ഒരിക്കലും പ്രതീക്ഷയില്ല. കാര്യം എന്ന് വെച്ചാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മളെ അങ്ങനെ ആക്കത്തില്ലല്ലോ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വാക്കിനോട് നീതി പുലർത്തിയ പടമാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദന്റെ ലുക്ക്, സാഗ്, ചോര കൊണ്ട് കുളിക്കും അതിനകത്ത് എന്ന് പറഞ്ഞാൽ. ഫൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല. പിന്നെ ലോജിക്ക് നോക്കാതെ സിനിമ കാണണം. ലോജിക്ക് ഇപ്പോൾ ഒരാൾ ഇത്ര പേരെ ഇരിക്കുമോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല. മേക്കിംഗ്, BGM, ഇമോഷണൽ കണക്ഷൻ കിട്ടിയോ? അതിനുവേണ്ടി ഫസ്റ്റ് ഹാഫിൽ അവർ സ്റ്റോറി കൊണ്ടുവന്നിട്ടാ ബാക്കി ഇത്രയും ബിൽഡ് ചെയ്തേക്കുന്നത്. ആ രീതിയിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ലെവലായിട്ട് മൊത്തത്തിൽ നമുക്ക് അതിനകത്ത് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. BGM ആയാലും സോങ് ആയാലും എല്ലാത്തിൻ്റെ പ്ലേസ്മെന്റ് ആയാലും ഫൈറ്റ് ആയാലും ഇതിനകത്ത് ഒന്നും പറയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. ഒരു രക്ഷയില്ല. 100 കോടിക്കുള്ള 100 കോടി 200 കോടി എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പടം എല്ലാവരും തൃപ്തിപ്പെടുത്തുമെന്ന് അറിയത്തില്ല. കുറെ പേരുണ്ടല്ലോ ഇങ്ങനെ വേറെ രീതി ചിന്തിക്കുന്ന, അവരല്ല. പടം എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് കാണാം. ആ രീതിയിൽ എടുത്തു വെച്ചു. മലയാളത്തിന്റെ റേഞ്ച് മാറ്റുന്ന ബെഞ്ച് മാർക്ക് ഇന്നലെ അവര് ചെയ്തിട്ടില്ലേ, ആ ബെഞ്ച് മാർക്കാ പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പൊട്ടപ്പടത്തിന് ചോദിച്ചാൽ മാർക്ക് എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു, ഒരു ഹൈപ്പും ഇല്ലായിരുന്നു. വന്ന് കണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഇൻട്രോ മാത്രം കൊള്ളാം. പിന്നെ ഇന്റർവെൽ ബ്ലോക്ക് കൂടെ ആയപ്പോ എന്തോ ചെയ്യണ ഒരു ബ്ലഡ് ബാത്തായിരുന്നു. വൺ വയലൻസ് ആണ്, വൺ വയലൻസ്. ഉള്ള കുറെ സീനുകളുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ വയലൻസ് ആണ്, പക്ക വയലൻസ് ആണ്. എനിക്ക് തോന്നുന്ന തിയേറ്ററിൽ എഡിറ്റിൽ ഇനിയിപ്പോ നെക്സ്റ്റ് ഷോ മുതൽ കട്ടിങ് തുടങ്ങും. എനിക്ക് തോന്നുന്നു ഒരുപാട് സീനുകൾ ഒഴിവാക്കും. കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം. മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല, ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. വെറുതെ ചോര തെറിക്കുവാണോ അതോ ലാസ്റ്റ് വരെ നമ്മള് ഫസ്റ്റ് അധ്യായിരിക്കും. അടുത്ത 100 കോടിയാ ഉറപ്പാ, അടുത്ത 100 കോടിയാ. എനിക്ക് വയലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, പക്ഷെ കഥയായിട്ടൊന്നുമില്ല. ഇത്രയും പ്രതീക്ഷയില്ലെന്നാണോ അതോ ഇതിൽ കൂടുതൽ പ്രതീക്ഷയോ? ഇതിൽ കൂടുതൽ പ്രതീക്ഷ. എന്നാലും മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്ത വയലൻസ് അല്ലായിരുന്നു. ഇല്ല, മുമ്പ് പ്ലെയിൻ ആയിട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഹൈ മൂമെന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, വയലൻസിന് ഒരു രക്ഷയില്ല. വയലൻസ് ഒന്ന് കാണാം. 18 വയസ്സിന് താഴെയുള്ളവരൊന്നും വരണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരു ആവറേജ് നോർമൽ കഥ. ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല, കഥയിലൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. മ്യൂസിക് കുറച്ചുകൂടെ വർക്ക് ചെയ്യായിരുന്നു. വയലൻസിന് വേണ്ടി മാത്രം കാണാനാണ്. വയലൻസ് മാത്രമേ ഉള്ളൂ. പ്രതീക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം, പക്കാ സാധനം. നമ്മള് ഇത്രയും വയലൻസ് പ്രതീക്ഷയില്ല. കുറെ സെൻസർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്.
പച്ചയ്ക്ക് കാണാം. പച്ചയ്ക്ക് കാണാന്ന് പറഞ്ഞാൽ ആ മൈൻഡോട് കൂടി കാണണം. പക്കാ സാധനം, പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളുണ്ട് ഇതിനകത്ത്. മലയാളത്തിൽ ആദ്യമാണ്. മലയാള ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ സാധനം, ഇത്തരം വയലൻസിൽ വരുന്ന ആദ്യ സാധനം ഇത്. ചുമ്മാ വയലൻസ് മാത്രമേ ഉള്ളൂ അതോ മേക്കിംഗ് സ്റ്റോറി കണക്ഷൻ ആണ്, കണക്ട് ചെയ്തിട്ട്, അതായത് ഫസ്റ്റ് ഹാഫ് മൊത്തം കണക്റ്റഡ് ചെയ്യുന്നതാണ് വയലൻസിലോട്ട് പോകുന്നത് സാധനം. പക്കാ സാധനം, കണ്ടുവെക്കും, സൂപ്പർ സാധനം. ആ കൊടുത്ത ഹൈപ്പിനൊക്കെ ഉള്ളത് എങ്ങനെയാണ്? അതിന് മേലെ ഉണ്ട് സാധനം. ഓക്കെ, ക്രിസ്മസ് വിന്നർ തന്നെ. അത്രേ ഉള്ളൂ. ഓക്കെ, കണ്ടിറങ്ങി ഒന്നും പറയാല്ല പൊളിപ്പടം. ഉണ്ണിവന്നിന്റെ പക്ക ആക്ഷൻ പറയാം. ഇതിന് കൊറിയോഗ്രാഫി, ഡയറക്റ്റ്, മ്യൂസിക് എല്ലാം പക്ക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ക. രവി ബസ്തൂർ മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ മ്യൂസിക് ചെയ്യുന്നു. പൊളി. ഓക്കെ, ഒന്നുകൂടെ കാണണം. ഒന്നുകൂടി കണ്ടിരിക്കാൻ പറ്റും. പറ്റും. നല്ല പടം. KGF ഒക്കെ മേളിൽ പോയിന്റെ. KGF താഴ്ന്നൊന്നും കൂടെ മാർക്ക് മേളിൽ. ഇനി മലയാളത്തിൽ 5 മാർക്ക്. ഇനി ഒരു ആക്ഷൻ പടം വന്നാൽ മാർക്ക് മുന്നിലും പിന്നിലും അറിയപ്പെടും. ഓക്കെ, അടിപൊളി. ഇതുപോലൊരു വയലൻസ് വേറെ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല ഇതുപോലൊരു വയലൻസ് പടം. അടിപൊളി. എസ്പെഷ്യലി അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഓക്കെ, കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കും അവസാനത്തെ ഒരു ഫൈറ്റ് സീൻ കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ മേക്കിംഗ് എസ്പെഷ്യലി ആ DOP മേക്കിംഗ് ചെയ്ത ഒരു ക്യാമറ ഒക്കെ മൊമെന്റ്സ് അടിപൊളി. മലയാളത്തിന്റെ റേഞ്ച് മാറ്റുന്ന ഒരു പടമായിരിക്കും. ഇതുപോലെ ഒരു പടം വന്നിട്ടില്ല. അത് അടിപൊളിയായിരിക്കും. ഓക്കെ, വയലൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടോട്ടലി ചുമ്മാ വയലൻസ് വെറുതെ കാണിക്കുവാണോ അതോ സ്റ്റോറിക്ക് ഒരു ഇമോഷൻ കണക്ഷൻ ഒക്കെ കിട്ടും? ഇമോഷൻ ആ കുടുംബത്തെ അത് കാണട്ടെ, ആളുകൾ കാണട്ടെ. ഉണ്ണിമുന്തൻ എങ്ങനെയുണ്ട്? ഉണ്ണിമു ഈ ഒരു റേഞ്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയും ഒരു ഹൈപ്പ് കയറും. ഇന്ത്യൻ സിനിമ മറക്കുന്ന ഐറ്റമാണ്. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ബ്രൂഷ്യൽ പടം കാണാൻ പറ്റും. അടിപൊളിയാണ്. ക്രിസ്മസ് മാർക്ക് തൂക്കി. ഓക്കെ, ചോരക്കളിയാണ്. ചോരയുടെ ആറാട്ട്. ഓക്കെ, ഞാൻ ഇത്ര ഒരു വയലൻസ് പടം ഇതിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ല മലയാളത്തിൽ. സത്യത്തിൽ ചില സീനൊന്നും ഞാൻ കണ്ടിട്ടില്ല, കണ്ണടച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് BGM മ്യൂസിക് എല്ലാം അടിപൊളി. ഇതുവരെ കാണാത്ത വയലൻസ് ആണ്. അപ്പാരം വയലൻസ് അറ്റ് പീക്ക്. കില്ലും അനിമലും ഒന്നും അല്ല. ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ട്രെയിലർ പടം പൊളി, സൂപ്പർ. രോമാഞ്ചം മാറിയിട്ടില്ല. പൊളിപ്പടം. മലയാളത്തിന്റെ ബെഞ്ച് മാർക്ക് ഈ പടം. ഓക്കെ, ട്രെയിലർ ഇറക്കി വിടാത്ത തന്നെ ഏറ്റവും നല്ല കാര്യം. കിട്ടില്ല പടം എന്ന് വെച്ചാൽ കിട്ടില്ല പടം. ഇനി ഒരു വട്ടം സമയം കിട്ടുമെങ്കിൽ പോയി ഉറപ്പായിട്ടും കാണും. എങ്ങനെ കണ്ണെടുക്കാൻ വയ്യാത്തത്ര വയലൻസ് ആണ്. വയലൻസ് അറ്റ് പീക്ക്. ഏറ്റവും മാക്സിമം വയലൻസ് എന്ന് വെച്ചാൽ ജഗദീഷ് ഇന്റർവ്യൂ ഒക്കെ വന്നു പറഞ്ഞ പക്ക കാര്യം. എന്റെ മോന് വയലൻസ് പീക്ക്. വയലൻസ് എന്ന് പറയുന്നത് ടോട്ടലി അല്ല, ഭയങ്കര എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വയലൻസ് ആണ് സിനിമ ഫുള്ളും ഉള്ളത്. എന്നുവെച്ചാൽ ഇവർ പറഞ്ഞ കണക്കന്നെ വയലൻസിന് വേണ്ടി മാത്രമേ സിനിമ കാണാം. സ്റ്റോറിക്ക് പ്രാധാന്യമൊന്നുമില്ല, പക്ഷേ വയലൻസും മേക്കിങ്ങും നമ്മൾ പറയത്തില്ല. വയലൻസ് ഉണ്ട് ചില സീൻസൊക്കെ. ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുന്ന വയലൻസ് വേറൊരു ഫീലാണ്. കൊറിയൻ പടങ്ങളിലൊക്കെ കണ്ട കില്ലിനേക്കാളും ആ ഒരു ഇതിലൊക്കെ നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. പിന്നെ ഉണ്ണിമുന്നിൻ്റെ ആക്ഷനും അതിലും സ്റ്റണ്ട് എടുത്തേക്കുന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മേക്കിംഗ് ക്വാളിറ്റി സ്റ്റണ്ട് ചെയ്യുന്ന നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറോട് ഒരു ഇമോഷണൽ സാധനം കിട്ടിയോ? എനിക്ക് ഇമോഷണൽ കണക്ഷൻ അത്ര വന്നില്ല, പക്ഷേ ഈ ആക്ഷനും ആ BGM-ഉം എല്ലാമായിട്ട് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് സംഭവം ഉണ്ടല്ലോ, അത് ഈ സിനിമ തരുന്നുണ്ട്. അതുകൊണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ലപോലെ. ടോട്ടലി തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ആണ്. മസ്റ്റ് വാച്ച് അല്ല, ഇത് മനക്കെട്ടില്ലാത്തൊരു കാണരുതാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ അങ്ങനത്തെ കുറേ ബ്രൂട്ടലായിട്ടുള്ള സീനുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അല്ല ഫ്രണ്ട്സ്, അപ്പോൾ സിനിമ കണ്ടിറങ്ങിയവരുടെ പേഴ്സണൽ ഒപ്പീനിയനൊക്കെ കേട്ടല്ലോ. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. കണ്ടവർ നിങ്ങളെ ജെന്യൂൻ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.